അയ്യൻകുന്ന് പഞ്ചായത്തിലെ ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ് പദ്ധതി പ്രദേശം സന്ദർശിച്ചു. പദ്ധതി പ്രദേശത്തെ കനാൽ തകർച്ചയെ തുടർന്ന് വീടുകളിൽ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ ദുരിതങ്ങൾ നേരിട്ട് കണ്ട് അടിയന്തര പരിഹാരം ഉണ്ടാക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. വീടും സ്ഥലവും KCB ഏറ്റെടുക്കണമെന്നാണ് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 15 പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും കർക്കശമായിട്ടും വളരെ ദയനീയമായിട്ടുള്ളവരായി 8 വിറ്റേജ് വേറെ. അപ്പോൾ അതിന് തുടക്കം കുറയ്ക്കുകയാണെങ്കിൽ ഈ പ്രശ്നം സാഹചര്യമായിട്ട് അവർ തിരിച്ച് ഇങ്ങോട്ട് വരത്തില്ല. കാരണം എന്താ പറയുക, ഈ വീടിന്റെ അടിക്കൂടെയൊക്കെ മണ്ണ് പോയി 8 വീട്ടുകാരുടെ സംബന്ധിച്ചുള്ള അത്യന്തര സംഭവമായ അതുപോലെ തന്നെ നമ്മുടെ അവസ്ഥയോ നമ്മൾ ശരിക്കും അതിന്റെ വിഷയം വാടകയുടെ വിഷയം എന്താ? വാടക കൊടുക്കുന്നില്ല അവർക്ക്. മന്ത്രിക്കൊപ്പം ട്രാൻസ്മിഷൻ ഡയറക്ടർ, ചീഫ് എഞ്ചിനീയർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എത്തിയിരുന്നു. നിർമ്മാണ സ്ഥലത്തെ സന്ദർശനത്തിന് ശേഷം അവലോകന യോഗവും ചേർന്നു. പദ്ധതി പ്രദേശത്ത് താമസിക്കുന്നവരും കനാൽ പൊട്ടിപ്പൊളിഞ്ഞത് മൂലം വീടുകളിൽ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നവരുമായ കുടുംബങ്ങൾ മന്ത്രിയെ നേരിൽ കണ്ട് തങ്ങളുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അറിയിച്ചു. അപകടാവസ്ഥയെ തുടർന്ന് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ച കുടുംബങ്ങൾക്ക് KCB നൽകേണ്ട വാടക കുടിശ്ശിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുടുംബങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പ്രദേശവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഗൗരവമായി കാണുമെന്നും പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്നും വീടുകളിലേക്ക് വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്തുമെന്നും മന്ത്രി യോഗത്തിൽ ഉറപ്പു നൽകി. സന്ദർശനത്തിലും അവലോകന യോഗത്തിലും പഞ്ചായത്ത് പ്രസിഡന്റ് വിനി വിശ്വനാഥ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായി ജെയ്സൺ, ബേബി തൊലാനി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, വാർഡ് മെമ്പർമാർ, KCB ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു. കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. വൈദ്യുതി ക്ഷാമം നേരിടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള വിവിധ പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോടിക്കണക്കിന് രൂപ മുടക്കി വർഷങ്ങൾക്ക് മുൻപ് 2016 അന്നത്തെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ബാരാപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ വർഷം 1 വർഷത്തിലേറെയായി ഉണ്ടായ വലിയ ഗർത്തം അതുവഴി ഇതിന്റെ ഉത്പാദനം നിലച്ചു. അന്നത്തെ മന്ത്രിയും നമ്മളെല്ലാവരും അന്ന് ഇവിടെ വന്നു അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ആലോചനകൾ വന്നു. അതിന് ഡൽഹിയിൽ നിന്നൊരു സംഘം വന്ന് പരിശോധന നടത്തി. റിപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ റിസൾട്ട് കാത്തു നിന്നാൽ നമുക്ക് ഈ മഴക്കാലത്ത് മാത്രം ഉത്പാദിപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു പുതിയ ടെക്നോളജിയാണ്. കണക്കെട്ടില്ലാതെ വെള്ളം തിരിച്ചുവിട്ട് ജലവൈദ്യുത പദ്ധതിയാക്കി മാറ്റുന്നത് എല്ലാവർക്കും അതറിയാം. അത് മഴക്കാലത്ത് മാത്രം പ്രവർത്തിക്കും. വെള്ളം കെട്ടി നിർത്തി ഡാം ഉണ്ടാക്കിയിട്ടല്ല. മഴക്കാലത്ത് ഇത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അതിന് വരുന്ന നഷ്ടം വളരെ വലുതാണ്. സംസ്ഥാനത്തിന് വരുന്ന നഷ്ടമാണ്. നമ്മുടെ മേഖലയ്ക്ക് വൈദ്യുതി ഉത്പാദനം ഉണ്ടെങ്കിൽ നമുക്ക് വോൾട്ടേജ് കൂടുതലായിട്ട് കിട്ടും. നമുക്ക് കറണ്ട് ക്ഷാമമില്ലാത്ത രൂപത്തിൽ, ഇൻട്രപ്ഷൻ അതായത് മുടക്കമില്ലാത്ത രൂപത്തിൽ നമുക്ക് വൈദ്യുതി അതിനോട് നമുക്ക് എങ്ങനെ സഹകരിക്കാം. എന്നാൽ നാട്ടുകാർ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക കൂടി ചെയ്യണം. ഒന്നാമതിപ്പോൾ നമ്മൾ ആലോചിച്ച വിഷയം, അവിടെ കണ്ട വലിയ ഗർത്തം അതിന് 6 മീറ്റർ താഴമാണുള്ളത്. കുറച്ച് സ്ഥലം പൊട്ടിയത് നമ്മൾ കണ്ടു. അത് താൽക്കാലികമായിട്ട് കുറച്ചും കൂടെ ദൂരത്തിൽ 15 മീറ്റർ വലിപ്പത്തിൽ അത് മുകളിൽ 15 മീറ്റർ രീതിയിൽ മുഴുവൻ സ്ഥലവും പുതുതായിട്ട് ശക്തിപ്പെടുത്തി അത് കോൺക്രീറ്റ് ചെയ്ത് ഓട്ട അടയ്ക്കുക. ഓട്ടയും താഴേക്കുള്ള ഗർത്തവും അത് ഫില്ല് ചെയ്ത് അത് ഉറപ്പുവരുത്തുക ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, ഈ വെള്ളം ഒഴുകി കുറച്ച് വീടുകളിൽ താമസയോഗ്യമല്ലാത്തൊരു സാഹചര്യം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ വന്ന് അന്നത്തെ ഡയറക്ടറും CE എല്ലാം കൂടി ഇരുന്ന് ഒരു കാര്യങ്ങൾ വീട്ടിലിരുന്ന് ചർച്ച ചെയ്ത് ആരും മാറ്റി പറഞ്ഞു.
നമ്മുടെ ബാരാപ്പോൾ ജലവൈദ്യുത പദ്ധതി കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മുടെ പ്രവർത്തനം ഇവിടെ നടത്താൻ സാധിക്കാതെ നിന്നുപോയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഓരോരുത്തരും കണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രതിവിധി കാണേണ്ടത് നമ്മളുടെ ഈ നാട്ടിലെ ജനങ്ങളുടെയും അതോടൊപ്പം തന്നെ നമ്മുടെ വൈദ്യുത വകുപ്പിൻ്റെയും പ്രിയങ്കരായ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നേരത്തെ മുൻപ് നമ്മളുടെ MLA ആയിരുന്നു, ഇപ്പോൾ നമ്മളുടെ മന്ത്രിയായിട്ട് തന്നെ ഈ വൈദ്യുത വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് തന്നെ പ്രിയങ്കരായ നമ്മളുടെ ഈ അസംബ്ലി പ്രതിനിധാനം ചെയ്യുന്ന ജനപ്രതിനിധി ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. സാറിൻ്റെ കൂടെ നേതൃത്വത്തിൽ ആലോചിച്ച് ഇവിടെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരുടെ ഒക്കെ കൂടെ നേതൃത്വത്തിൽ ആലോചിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം നമ്മൾ കണ്ടെത്തണം. നമ്മളുടെ ഒരു ജലവൈദ്യുത പദ്ധതി എനിക്കൊന്ന് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു പദ്ധതി ആയിരിക്കാം. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ വെള്ളം ഒഴുകിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അപ്പം ഏതൊക്കെ വീടുകളിൽ കൂടുതലായ പ്രശ്നങ്ങൾ വരുന്നു അങ്ങനെയല്ല പൊട്ടി വന്നാലെന്നുള്ള അതിന് പറയുന്ന അങ്ങനത്തെ മുൻകൂട്ടി കണ്ടിട്ടുള്ള മറുപടിയില്ല. അതിന് പരിഹാരമാവും. ഒരു കാര്യം പറഞ്ഞേക്കാം, 2018 വെള്ളപ്പൊക്കത്തിൽ വെള്ളം വന്നതിനുണ്ടാകും പരിഹാരം ഉണ്ടാക്കിയിട്ട് മനസ്സിലായോ? യഥാർത്ഥ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാക്കാൻ താൽക്കാലിക റിപ്പയറിൽ കനാലിലൂടെ വെള്ളം ഒഴുകുന്നു. ഇപ്പൊ കണ്ട ദൂരമേറിയ വീടുകൾക്ക് കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.